എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ്, പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്നുള്ള ബുക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ആ ബുക്ക്. ഏറെക്കുറെ പേർക്കും അറിയായിരിക്കും 5 AM ക്ലബിൻ്റെ മലയാള പരിഭാഷ. അതാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 AM ക്ലബ് എന്നുള്ള ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രഭാതത്തിൽ ഉണരുന്നത് കൊണ്ട്, അതായത് 5 മണിക്ക് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ബെനിഫിറ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു സമയം, അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം, അതായത് 5 മണി അല്ലെ അതിനോടനുബന്ധിച്ചാണെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ എഫിഷ്യൻസി, അതായത് നമ്മുടെ കാര്യക്ഷമത നമുക്ക് കൂട്ടാൻ പറ്റും. കുറച്ചുകൂടെ താമസിച്ചാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ അത്രയും കാര്യക്ഷമത കിട്ടത്തില്ല എന്നാണ് 5 AM ക്ലബ്ബ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർ ഉറങ്ങുന്ന ഈ ഒരു ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റുള്ളവർ ഉറങ്ങുന്ന ഈ ഒരു ടൈം എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കുക 2 മണിക്കൂർ കൂടുതൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അങ്ങനെയല്ല. ഈ ഒരു സമയത്ത് ഡബിൾ ഇമ്പാക്റ്റാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഏത് സമയത്തും എഴുന്നേൽക്കുന്നതിനേക്കാളും കൂടുതൽ എഫിഷ്യൻസി നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ആ ദിവസം മുഴുവൻ ഈ ഒരു എനർജി, ഇതൊരു എനർജിയാണ്. എനർജി എപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് അപ്രോച്ച് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് 5 AM ക്ലബ്ബ് നമ്മളോട് പറയാം. അപ്പം അതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു രാവിലെ എഴുന്നേൽക്കുന്ന 5 മണി തൊട്ട് 5:20 വരെയുള്ള സമയം നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യണം എന്നാണ് 5 AM ക്ലബ്ബ് നമ്മളോട് പറയുന്നത്. വ്യായാമം ചെയ്യണം, നമ്മൾ വേർക്കുന്ന വരെ ചെയ്യണം. നന്നായിട്ട് വേർക്കുമ്പം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് കൂടുതൽ, ഇപ്പോൾ സെറട്ടോണിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു എനർജി തോന്നും, ഒരു പോസിറ്റീവ്, ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടുതലായിട്ട് തോന്നും. അതോടൊപ്പം തന്നെ 5:20 തൊട്ട് 5:40 വരെയുള്ള സമയം, ഈ ഒരു സമയം നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഇത്, രണ്ടാമത് ചെയ്യേണ്ടത് ഇത്, മൂന്നാമത് ചെയ്യേണ്ടത് ഇത്, അങ്ങനെ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അപ്പം ആ ഒരു സമയവും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു 5:40 തൊട്ട് 6 മണി വരെയുള്ള സമയം നമുക്ക് ഓഡിയോ ബുക്സോ അല്ലെങ്കിൽ അന്നത്തെ വാർത്തകളോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീഡിയയിൽ ഓഡിയോ ആയിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കൂടുതൽ ഫ്രഷ്നെസ് ഉണ്ടാക്കുകയും ചെയ്യും. ആ ഒരു ദിവസം ഫുള്ള് നമുക്ക് കിട്ടും. 5 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് 6 മണി തൊട്ട് പിന്നീട് നമുക്ക് രാത്രി വരെ നമുക്ക് കൂടുതൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും, അത് നമ്മുടെ അന്നത്തെ ദിവസം, ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും അത് നമ്മുടെ കൂടെ നമുക്കൊരു എന്താ പറയുക, കൂടുതൽ എഫിഷ്യൻസി, കാര്യക്ഷമത നമുക്ക് കൂടുതൽ തോന്നും. അതാണ് 5 AM ക്ലബ്ബ് പറയുന്നത്. നമ്മുടെ ഇതിഹാസ നായകന്മാരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിജയിച്ച് നിൽക്കുന്ന കോടീശ്വരന്മാരും ഒക്കെ പലരും ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അവരുപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മുടെ കാര്യക്ഷമത കൂടും, എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ട് നമുക്ക് ഒരു അപ്രോച്ച് നമുക്കുണ്ടാവും. നല്ലൊരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.